പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അഞ്ജലിയുടെ സുപ്രധാനമായ തീരുമാനം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് സൂര്യ. മാത്രവുമല്ല, അവളെ സ്വന്തം ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരും എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സൂര്യ പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും തൻ്റെ തീരുമാനം മാറുകയില്ല. അവൾ എൻ്റേതു മാത്രം തന്നെ ആയിരിക്കും. ആ കാര്യത്തിൽ ഇനി യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഞാൻ തയ്യാറല്ല. അവളെ സ്വന്തമാക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാകും എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ സൂര്യ. പക്ഷേ ഇതിനിടയിലാണ് സൂര്യയെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. സൂര്യ തൻ്റെ നീക്കങ്ങൾ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോവുകയും ഇതേ തുടർന്ന് പുതിയൊരു നീക്കം അഞ്ജലിയെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇത് തിരിച്ചടിയാവുകയാണ്. ഇപ്പോൾ സൂര്യയ്ക്ക് കാര്യം അറിയാനിടയാകുന്നത് മനുവിനെ ആകെ ഞെട്ടിച്ച് കളയുകയാണ്. ഇതോടെ പൂർണ്ണ ആരോഗ്യം കൈവരിച്ചുകൊണ്ട് തിരികെ എത്തുന്ന മനു അഞ്ജലിയെ ചെന്ന് കാണുകയാണ്. അഞ്ജലിയോട് യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കുകയും അഞ്ജലിയുടെ കൂടെ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ സൂര്യ പകച്ചു പോകുന്നു. അഞ്ജലിയെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. അഞ്ജലി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ഇപ്പോൾ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. എന്താ ഈ കാര്യത്തിൽ എന്താണ് അഞ്ജലിക്ക് പറയാനുള്ളത്? ഇത് കേട്ടതിനെ തുടർന്ന് അഞ്ജലി എനിക്ക് മനുവിൻ്റെ കൂടെ ജീവിച്ചാൽ മതി എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിൽക്കും. ആ കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല. എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ മനു തന്നെയാണ്. എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ മനു. ആ കാര്യത്തിൽ ഇനി ഒരു മാറ്റവും ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് സൂര്യ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഇതോടെ മനു സൂര്യ ഇനി ഒരു കാര്യത്തിലും ഇടപെട്ടു പോകരുത്. എൻ്റെ ഭാര്യയുടെ കാര്യങ്ങളിൽ നീ ഇടപെടുന്നതിനായി വരികയാണ് എങ്കിൽ തിരിച്ചടികൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അവൾ എനിക്ക് അത്രമാത്രം പ്രിയപ്പെട്ടവളാണ്. നീ അവളെ സ്നേഹിച്ചിരുന്നു എന്നുള്ള കാര്യം എനിക്ക് അറിയാം. പക്ഷേ അതെല്ലാം പഴയ കാര്യമാണ്. അതെല്ലാം ആലോചിച്ചുകൊണ്ട് ഇനിയും മുന്നോട്ട് പോയാൽ നിനക്ക് യാതൊരു ഉപകാരവും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് സൂര്യ അതെല്ലാം മറന്ന് പുതിയൊരു ജീവിതം നയിക്കുന്നതിന് ശ്രമിക്കുകയാണ് വേണ്ടത്. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഞാനൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. എനിക്ക് ആരെയും വേദനിപ്പിക്കണം എന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഈ കാര്യം പറയുന്നതിന് തയ്യാറായിരിക്കുന്നത്. സൂര്യ ദയവായി കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സൂര്യയുടെ കാര്യങ്ങൾ നോക്കി പോകണം. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഇനിയും ഇടപെടാൻ വരരുത്. ഇത് കേൾക്കുന്ന സൂര്യ, ഇത്രയും നാൾ ഞാൻ അവളെ സ്നേഹിച്ചതാണ്. എന്നിട്ടാണ് എന്നോട് ഈ വഞ്ചന. ഇത് ശരി തന്നെയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് കേട്ടതിനെ തുടർന്ന് മനു ഇതെല്ലാം പ്ലാൻ ചെയ്ത് ആരും ചെയ്തതല്ല എന്നത് തന്നെയാണ് സത്യം. ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അതുകൊണ്ട് തന്നെ ഇനി ഈ കാര്യങ്ങളിൽ നമ്മൾ സംസാരിച്ചിട്ട് യാതൊരു ഉപകാരവും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യങ്ങൾ എല്ലാം മനസ്സിലാക്കിയ നീ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് വിട്ടുവീഴ്ച ചെയ്ത് പോവുകയാണ് വേണ്ടത്. നിനക്കുള്ള പെൺകുട്ടി മറ്റെവിടെയോ ഉണ്ട്. അവൾ നിന്നെ തേടി എത്തുക തന്നെ ചെയ്യും.
അതിനിടയിൽ നീ ഇവിടെ കിടന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരരുത് എന്ന് പറഞ്ഞ് അഞ്ജലിയെയും കൂട്ടിക്കൊണ്ട് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ് ഒടുവിൽ. മനു. അപ്രതീക്ഷിതമായ ഈ തീരുമാനം അഞ്ജലിയെ വളരെയധികം സന്തോഷിപ്പിക്കുകയാണ്. ഇതേ തുടർന്ന് പ്രഭയും ഈ കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിനു മുന്നിൽ പകച്ച് നിന്നുപോകുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.